ഹായ് ഗൈസ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2021 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ടിൽ ഡെത്ത്. ഇവളുടെ പേര് യമ. ഇവളുടെ ബോയ് ഫ്രണ്ട് ടോമിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇവള് പക്ഷേ ടോമുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ കാണാൻ ഇവിടെ എത്തിയത്. യമ ഓൾറെഡി മാരീഡ് ആണ്. ഹസ്ബൻഡിനെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത് മോശമാണെന്നുള്ള തിരിച്ചറിവ് വളരെ വൈകിയാണ് അവൾക്കുള്ളിൽ വന്നത്. ആ തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് അവൾ ടോമുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, നാളെ യമയുടെ വെഡിങ് ആനിവേഴ്സറി കൂടെയാണ്. എന്തായാലും ടോമിനോട് എന്നേക്കുമായി ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അവൾ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങുന്നു. തൊട്ടടുത്ത ദിവസം, അതായത് അവളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം, അവളുടെ ഹസ്ബൻഡ് മാർക്കിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു ലോയറാണ്. വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചൊരു ഡിന്നറിന് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. മാർക്കിന്റെ ഓഫീസിൽ വെച്ച് അവളുടെ തന്നെ ഒരു കേസ് ഫയൽ കാണുന്നു. പണ്ട് എമ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ ടൈമില് ബോബി എന്ന പേരുള്ള ഒരു കള്ളൻ ഇവളെ അറ്റാക്ക് ചെയ്യുകയും കത്തി വെച്ച് കുത്തുകയും ചെയ്തു. പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എമ അവളുടെ കാറിന്റെ കീ ഉപയോഗിച്ച് അയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. അന്ന് ആ കേസ് ഡീൽ ചെയ്തത് മാർക്കായിരുന്നു. ഇവര് രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടിയത് ഈ ഒരു കേസ് മൂലമാണ്. മാർക്ക് എമയെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി ബോബിയെ ജയിലിലുമാക്കി. എന്തായാലും നമുക്ക് പ്രസന്റിലേക്ക് വരാം. ഇവിടെ മാർക്ക് ആണെങ്കിൽ ഡിന്നറിന് പോകുന്നതിന് വേണ്ടിയിട്ട് എമയോട് ഒരു റെഡ് ഡ്രസ്സ് ധരിക്കാൻ ആവശ്യപ്പെടുന്നു. മാർക്ക് ശരിക്കും പറഞ്ഞ ഒരു കൺട്രോളിംഗ് ഹസ്ബൻഡ് ആണ്. പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി എമയ്ക്ക് അനുസരിക്കേണ്ടി വരുന്നു. എന്തായാലും ഡിന്നറിന് പോകുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങുന്നു. പോകുന്ന വഴി ലിഫ്റ്റിൽ വെച്ച് ടോമും ഇവരുടെ കൂടെ കൂടുന്നു. ടോം ആണെങ്കിൽ മാർക്കിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫ് മാത്രമായിരുന്നു. ഹസ്ബൻഡ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എമയും ടോമും മുൻപരിചയമില്ലാത്തവരെ പോലെ നിന്നു. മാർക്കും എമയും ഡിന്നർ കഴിക്കാനായിട്ട് എത്തുന്നു. അവിടെ വെച്ച് മാർക്ക് എമയ്ക്ക് ഒരു നെക്ലേസ് സമ്മാനിക്കുന്നു. അവൻ ആ ഭംഗിയുള്ള നെക്ലേസ് എമയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എമയ്ക്ക് കൊടുക്കാൻ മാർക്കിന്റെ കയ്യിൽ മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവളുടെ കണ്ണുകളൊക്കെ കെട്ടിവെച്ച് അവളെ ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കാറിലിരുന്ന് ക്ഷമ കെട്ട അവള് കണ്ണിന്റെ കെട്ടഴിച്ച് സ്ഥലം ഒന്ന് വീക്ഷിക്കുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന ടൗണിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള അവരുടെ ലേക്ക് ഹൗസിലേക്കായിരുന്നു അവൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവരുടെ ഒരുപാട് നല്ല മെമ്മറീസിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വീടാണത്. മാർക്ക് അവളോട് 100 വരെ എണ്ണാനൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ കെട്ടിവെച്ച് ഒരു റൂമിൽ ഇരുത്തിയിട്ട് പോകുന്നു. എന്നാൽ 70-75 വരെയൊക്കെ ആയപ്പോഴേക്കും അവൾ മടുത്തു. അവള് കണ്ണിന്റെ കെട്ടൊക്കെ അഴിച്ചു നോക്കുമ്പോൾ ആ റൂമെല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള മുറിയിൽ ഇവരുടെ കുറെ നല്ല ഫോട്ടോസും ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എമയുടെ ഫേവറേറ്റ് സോങ്ങും മാർക്ക് അവൾക്ക് വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവളെ ഏറെ സന്തോഷിപ്പിച്ചു. അവള് പതിയെ മുകളിലുള്ള അവരുടെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവളുടെ വരവും കാത്ത് മാർക്ക് ആ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാർക്ക് അവൾക്കൊരു നല്ല ഹസ്ബൻഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളോട് സോറി പറയുകയും ഇനി അങ്ങോട്ട് ഒരു നല്ല ഭർത്താവായി കൂടെ കാണുമെന്നും അവൾക്ക് വാക്ക് നൽകുന്നു. പിറ്റേ ദിവസം നേരമൊക്കെ വെളുത്ത് എമ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ കയ്യിലൊരു വിലങ്ങ് അതിന്റെ മറ്റേ അറ്റം മാർക്കിന്റെ കൈയുമായി ബന്ധിച്ചിരുന്നു. കാര്യം മനസ്സിലാകാതെ എന്താണെന്ന് എമ ചോദിച്ചപ്പോഴേക്കും ഉണരാനുള്ള സമയമായെന്നും പറഞ്ഞുകൊണ്ട് മാർക്ക് തോക്ക് ഉപയോഗിച്ച് അവന്റെ സ്വന്തം തലയിൽ വെടിവെക്കുന്നു. മാർക്കിന്റെ ബ്ലഡ് എമയുടെ മുഖത്ത് മുഴുവനായി തെറിക്കുന്നു. അവൾ ആകെപ്പാടെ ഷോക്കായിപ്പോയി. പക്ഷേ സ്വന്തം ഭർത്താവ് മരിച്ചതിന്റെ പേരില് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നതുമില്ല. മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുവെന്നും എമയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എമ ആ കൈവലങ്ങ് ഊരിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. കൈവലങ്ങ് അഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ മുറിയിലുണ്ടെന്ന് തപ്പി നോക്കിയിട്ട് അവൾക്ക് യാതൊന്നും കിട്ടിയതുമില്ല. റൂമിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. മാർക്കിന്റെ തോക്ക് ഉപയോഗിച്ച് കൈവലങ്ങ് വേർപിടിപ്പിക്കാമെന്നോർത്ത് ആ തോക്കെടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഭയങ്കര തണുപ്പാണല്ലോ. ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ട് മാർക്കിന്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് അവൾ ഒരു തരത്തിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ പക്ഷേ അവളുടെ വെഡ്ഡിംഗ് ഗൗൺ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഗൗണിന്റെ പിന്നിലായിട്ട് ഒരു ലോക്കർ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പാസ്വേഡ് ഒന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ മാർക്കിന്റെ ഷർട്ട് ഊരി അവള് ധരിക്കുന്നു. എമ്മ ഒരു തരത്തില് മാർക്കിന്റെ ഡെഡ് ബോഡി അവളുടെ ഗൗണിന് മുകളിലായി വെക്കുന്നു. ആ ഗൗണും വലിച്ച് ഒരു തരത്തില് സ്റ്റെപ്പൊക്കെ കടന്ന് അവള് താഴെ എത്തുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ വീടിന് വെളിയില് അവളെ സഹായിക്കാൻ പറ്റിയ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. തണുപ്പിന്റെ കാഠിന്യം കൂടുതലായതുകൊണ്ട് തന്നെ മാർക്കിന്റെ പാന്റ് ഊരി അവള് ധരിക്കുന്നു. അവളുടെ ഫോണ് അവിടെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. ഫോൺ കിട്ടിയിട്ട് വേണമല്ലോ ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കാൻ. എന്നാൽ മാർക്ക് അവളുടെ ഫോണ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവള് ഫോണൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിലും അത് കുറെ അധികം നേരം വെള്ളത്തിൽ കിടന്നത് കൊണ്ട് അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. കൈവലങ്ങ് പൊട്ടിക്കാൻ പറ്റിയ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവൾ ആ വീട് മുഴുവനായി അരിച്ചു പെറുക്കുന്നു. എന്നാൽ മാർക്ക് മുൻകൂട്ടി നേരത്തെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും അവൾക്ക് അവരുടെ കാറിന്റെ കീ ലഭിക്കുന്നു. അവൾ ഒരു തരത്തില് മാർക്കിന്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് കാറിലെത്തുന്നു. അവള് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കാരണം അതിൽ ഫ്യൂവൽ ഉണ്ടായിരുന്നില്ല. അത്
അതൊക്കെ മാർക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. കാറിൽ മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു റെക്കോർഡർ ഓൺ ആവുകയും ചെയ്യുന്നു. എമയും ടോമും തമ്മിലുള്ള അഫെയർ മാർക്ക് അറിഞ്ഞിരുന്നു. നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, എന്നാൽ നീ എനിക്ക് തിരികെ നൽകിയതോ? നിന്റെ ഇപ്പോഴത്തെ ഈ പേടിച്ചേരേണ്ട മുഖം കാണാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. എങ്കിലും എന്റെ പ്രതികാരം പൂർത്തിയായി എന്നൊക്കെ ആ വോയിസ് റെക്കോർഡറിൽ നിന്നും എമയ്ക്ക് കേൾക്കാൻ സാധിച്ചു. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴേക്കും എമയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവള് തിരിച്ച് വീടിനകത്തെത്തി അവളുടെ മുഖത്തെ ബ്ലഡ് ഒക്കെ കഴുകി കളയുന്നു. കഴുത്തിൽ കിടക്കുന്ന മാർക്ക് സമ്മാനിച്ച നെക്ലേസ് ഊരാൻ നോക്കിയിട്ട് അത് ഊരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു തവണ ഇട്ട് കഴിഞ്ഞാല് പിന്നീട് ഒരിക്കലും ഊരാൻ പറ്റാത്ത രീതിയിലായിരുന്നു മാർക്ക് ആ നെക്ലേസ് പണി കഴിപ്പിച്ചിരുന്നത്. എന്തെങ്കിലും ടൂൾസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാർക്കിന്റെ ബോഡിയുമായിട്ട് അവള് ബേസ്മെന്റിലേക്ക് പോകുന്നു. എന്നാൽ അവിടെയുള്ള സാധനങ്ങളും മാർക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു. എന്നാൽ തിരിച്ചു കയറി പോവുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഒരു തരത്തില് കഷ്ടപ്പെട്ട് അവൾ ആ ബോഡിയും വലിച്ചുകൊണ്ട് ആ സ്റ്റേഴ്സ് മൊത്തം കയറുന്നു. പക്ഷെ അതുമൂലം അവളുടെ കൈക്ക് നല്ല പരിക്ക് പറ്റുന്നു. ഫോട്ടോസ് ഹാങ് ചെയ്തിരുന്ന മുറിയിലെ ഫോട്ടോകളെല്ലാം മാറ്റി പകരം പുതിയ ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു. എമയും ടോമും തമ്മിലുള്ള ഫോട്ടോസ് ആയിരുന്നു മുഴുവനും. എന്നാൽ ഒരു ഫോട്ടോ മാത്രം ബോബിയുടേതായിരുന്നു. അവള് കണ്ണ് കുത്തിപ്പൊട്ടിച്ച ആ ബോബിയുടേത്. അതവളെ ഏറെ ഭയപ്പെടുത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീടിന് വെളിയിലെ ഒരു വണ്ടി വരുന്ന സൗണ്ട് അവൾ കേട്ടത്. അവള് പെട്ടെന്ന് തന്നെ മെയിൻ ഡോർ ലോക്ക് ചെയ്യുന്നു. എന്നാൽ ഇവളുടെ മെസ്സേജ് കിട്ടി എന്ന് പറഞ്ഞ് ടോം ആയിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. ഇതും ഒരുപക്ഷെ മാർക്കിന്റെ തന്നെ പ്ലാൻ ആയിരുന്നിരിക്കും. രണ്ടുപേരെയും ഒന്നിച്ചിതൽപ്പെടുത്താനുള്ള മാർക്കിന്റെ പ്ലാൻ. എമ ടോമിനെ അകത്തേക്ക് വിളിക്കുകയും നടന്ന കഥ മൊത്തം പറയുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രി മാർക്കിന്റെ ഓഫീസിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു. പല കേസിലും അയാൾ തിരിമറി നടത്തിയതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. അധികം താമസിക്കാതെ ഒരു അറസ്റ്റ് ഉണ്ടാകേണ്ടതായിരുന്നു. ഈ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ഈ സൂയിസൈഡ് ചെയ്തത് എന്നെല്ലാം ടോം പറയുന്നു. കൂട്ടത്തില് എമയും കൂടെ പെടുത്തി എന്നേ ഉള്ളൂ. എമ ടോമിനോട് പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നു. പോലീസിനെ വിളിച്ചാൽ കൊലക്കുറ്റത്തിന് നീ അകത്ത് പോകും, കാരണം തെളിവുകളെല്ലാം നിനക്ക് എതിരാണ് എന്നെല്ലാം ടോം പറയുന്നുണ്ടെങ്കിലും അവള് പോലീസിനെ വിളിക്കാൻ തന്നെ ആവശ്യപ്പെടുന്നു. എന്നാൽ ടോമിന്റെ കയ്യില് ഫോൺ ഉണ്ടായിരുന്നില്ല. അത് കാറിനുള്ളിലായിരുന്നു. ഫോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അവരുടെ വീടിനെ ലക്ഷ്യമാക്കി ഒരു വണ്ടി വരുന്നത് കണ്ടത്. ആ വണ്ടി ടോം വരുന്ന വഴിക്ക് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് എമയെ അകത്ത് നിർത്തിയിട്ട് ടോം പുറത്തേക്ക് ഇറങ്ങുന്നു. വണ്ടിയിൽ നിന്ന് ജിമ്മി എന്ന പേരുള്ള ഒരുത്തൻ ഇറങ്ങി വന്നിട്ട് പ്ലംബറാണ്, മാർക്ക് വിളിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നു. ടോം ജിമ്മിക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കിയിട്ട് ജിമ്മി പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് മറ്റൊരുത്തം കൂടി ഇറങ്ങി വരുന്നു. പുള്ളിക്കാരൻ വന്ന് ടോമിനെ തുടരെ തുടരെ കുത്തിയിട്ട് വീടിനകത്തേക്ക് കയറുന്നു. ബോബി ആയിരുന്നു അത്. പണ്ട് എമ കണ്ണു കുത്തിപ്പൊട്ടിച്ച അതേ ബോബി. മാർക്ക് എമയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ബോബിക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നു. എന്നാൽ ജിമ്മിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല. മാർക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ഡയമണ്ടിനെ പറ്റി മാത്രമായിരുന്നു ജിമ്മിക്ക് അറിവുണ്ടായിരുന്നത്. ജിമ്മിയും ബോബിയും എമയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കുന്നു. എന്നാൽ എമ അവരുടെ കണ്ണ് വെട്ടിച്ച് സ്റ്റോർ റൂമിൽ എത്തിയിരുന്നു. സ്റ്റോർ റൂമിൽ വെച്ച് എമയ്ക്ക് മൂർച്ചയേറിയ ഒരു ആയുധം ലഭിക്കുന്നു. അവൾ അതുപയോഗിച്ച് അവളുടെ കൈവിലങ്ങ് പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ജിമ്മി അങ്ങോട്ടേക്ക് വരുന്നു. ജിമ്മിയുടെ വരവ് മനസ്സിലാക്കിയ എമ മാർക്കിന്റെ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ട് അവിടെയുള്ളൊരു ബോട്ടിനുള്ളിൽ കയറി ഒളിക്കുന്നു. സ്റ്റോർ റൂമിലെത്തിയ ജിമ്മി മാർക്കിന്റെ ഡെഡ് ബോഡി കണ്ട് പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. ജിമ്മി ആണെങ്കിൽ ബോബിയെയും കൂട്ടിക്കൊണ്ട് വരുന്നു. എന്നാൽ ഈ ഗ്യാപ്പിനുള്ളിൽ എമ അവരുടെ കൈവിലങ്ങൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. മാർക്കിന്റെ ബോഡി ഇവർ തിരിച്ചറിഞ്ഞു. ഇയാളാണ് ഇവർക്ക് ഡയമണ്ട് നൽകാമെന്നേറ്റത്. അത് മാത്രമല്ല സീക്രട്ട് ആയിട്ട് ബോബിക്ക് ഒരു കൊട്ടേഷൻ കൂടി നൽകിയിരുന്നു. ഇവര് വീണ്ടും എമയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. എമയ്ക്ക് ബോട്ടിനടുത്തു നിന്നും ഫ്യൂവൽ ക്യാൻ ലഭിക്കുന്നു. അവൾ അത് കൊണ്ടുപോയി കാറിനകത്തേക്ക് ഒഴിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെ എന്തോ സൗണ്ട് കേട്ടിട്ട് ബോബി അങ്ങോട്ടേക്ക് വരുന്നു. അവള് ബോബിയുടെ കണ്ണ് വെട്ടിച്ച് ഒരു തരത്തില് ബേസ്മെന്റിലേക്ക് എത്തുന്നു. ജിമ്മി ആണെങ്കിൽ മാർക്കിന്റെ ഡെഡ് ബോഡി വിലമതിപ്പുള്ള ഡയമണ്ടുകൾ ഇരിക്കുന്ന ആ ലോക്കറിനടുത്ത് എത്തിക്കുന്നു. കാരണം ആ ലോക്കർ ഓപ്പൺ ആക്കാൻ മാർക്കിന്റെ ഫിംഗർ പ്രിന്റും ഒരു പാസ്വേഡും ആവശ്യമാണ്. ബോബി ഈ സമയം കൊണ്ട് എമയുടെ കാൽപ്പാട് പിന്തുടർന്ന് ബേസ്മെന്റ് വരെ എത്തുന്നു. എമ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ്. കാരണം ബേസ്മെന്റിന് വെളിയിൽ ബോബിയുണ്ട്, ബേസ്മെന്റിന്റെ മുകളിൽ ജിമ്മിയുമുണ്ട്. രണ്ടുപേരും സൗണ്ട് കേട്ടിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അവള് കയ്യിലുണ്ടായിരുന്ന കാറിന്റെ കീ ഉപയോഗിച്ച് കാറിന്റെ സൗണ്ട് ഓൺ ആക്കുന്നു. കാറിന്റെ സൗണ്ട് കേട്ടതും രണ്ടുപേരും, അതായത് ജിമ്മിയും ബോബിയും ആ കാറിനടുത്തേക്ക് ഓടുന്നു. ഈ ഗ്യാപ്പില് എമ ആ വീടിനുള്ളിൽ കയറി ഒളിക്കുന്നു. കാറിനടുത്തെത്തിയ ബോബിക്കും ജിമ്മിക്കും അവള് പറ്റിച്ചതാണെന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടുപേരും അവള് വീടിനുള്ളിലുണ്ടെന്ന് ഉറപ്പിച്ച് അവൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുന്നു. എന്നാൽ എമയാകട്ടെ ഒളിഞ്ഞിരുന്ന് ബോബിയെയും ജിമ്മിയെയും ആക്രമിച്ച് ഒരു തരത്തിലെ കാറ് വരെ എത്തുന്നു. കാറൊക്കെ ഒരു തരത്തിൽ സ്റ്റാർട്ടാക്കിയപ്പോഴേക്കും ബോബി അങ്ങോട്ടേക്ക് എത്തുന്നു.
പിന്നാലെ ജിമ്മിയും. ആ ഗ്യാപ്പിനുള്ളിൽ എമ്മ പോലീസുകാരെ വിളിക്കുന്നു. ഇത് കണ്ടുവന്ന ബോബിയാണെങ്കിൽ ആ ഫോൺ മേടിച്ച് പൊട്ടിച്ചു കളയുകയും ചെയ്യുന്നു. ജിമ്മിയും ബോബിയും കൂടെ എമ്മയോട് ലോക്കറിന്റെ പാസ്വേഡ് ആവശ്യപ്പെടുന്നു. എന്നാൽ അവൾക്കത് അറിയത്തില്ലായിരുന്നു. ബോബിയുടെ ക്രൂരമായ മർദ്ദനം കാരണം എമ്മയുടെ ബോധം നഷ്ടപ്പെടുന്നു. പിന്നീട് എമ്മ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അവളുടെ കൈ വീണ്ടും മാർക്കുമായി ബന്ധിച്ചിരുന്നതാണ്. ലോക്കറിന്റെ പാസ്വേഡ് മാർക്ക് എമ്മയെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഡേറ്റ് ആയിരുന്നു. ആ ഡേറ്റ് പറയാനായിട്ട് ബോബി അവളെ നിർബന്ധിക്കുന്നു. എന്നാൽ എമ്മ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബോബി അവളെ വീണ്ടും ഉപദ്രവിക്കുന്നു. എന്നാൽ ഇത് കണ്ടുനിന്ന ജിമ്മി മാർക്കിന്റെ തോക്ക് ഉപയോഗിച്ച് അവളെ ബോബിയിൽ നിന്നും സേഫ് ആക്കുന്നു. എമ്മ പാസ്വേഡ് പറയാമെന്ന് ഉറപ്പ് നൽകുന്നു. എന്നാൽ അവള് 2 കണ്ടീഷൻസ് മുന്നോട്ട് വെക്കുന്നു. 1 കൈവലം അഴിച്ചു കൊടുക്കുക, 2 പാസ്വേഡ് കിട്ടിയതിനു ശേഷം അവളെ ജീവനോടെ വെറുതെ വിടുക. ജിമ്മി അവളുടെ കൈവലം അഴിക്കുകയും അവളെ കൊല്ലാതെ വിടാമെന്ന് വാക്കും നൽകുന്നു. ജിമ്മിയുടെ ഉറപ്പിന്മേൽ അവൾ ആ പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പാസ്വേഡ് ഒക്കെ അടിച്ച് ലോക്കർ തുറന്ന ബോബിക്ക് ഡയമണ്ടിന് പകരം മാർക്ക് എഴുതി വെച്ചിരുന്ന ഒരു നോട്ടാണ് കിട്ടിയത്. ഡയമണ്ട് എമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസിലുണ്ട് എന്നായിരുന്നു ആ നോട്ടിൽ എഴുതിയിരുന്നത്. എന്നാൽ ആ നെക്ലേസ് ഊരാനോ പൊട്ടിക്കാനോ പറ്റുന്ന ഒന്നായിരുന്നില്ല. ആ നെക്ലേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എമ്മയുടെ കഴുത്ത് തന്നെ വെട്ടേണ്ടി വരും. എന്നാൽ ബോബിക്ക് അതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജിമ്മി അവനെ അതിന് അനുവദിക്കുന്നില്ല. ജിമ്മിയും ബോബിയും തമ്മിൽ ഇതിന്റെ പേരിൽ അടിപിടി ഉണ്ടാക്കുന്നു. ആ അടിപിടിയിൽ ജിമ്മിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. ദേഷ്യം വന്ന ബോബി എമയെ ആക്രമിക്കുന്നു. എന്നാൽ എമ ഒരു തരത്തില് മാർക്കിന്റെ കൈവലങ്ങുമായിട്ട് ബോബിയെ ബന്ധിക്കുന്നു. എമയുടെ കാലിൽ പരിക്ക് പറ്റിയിരുന്നെങ്കിലും അവൾ ഒരു തരത്തില് കാറിന്റെ അടുത്ത് വരെ എത്തുന്നു. ബോബി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മാർക്കിന്റെ ഡെഡ് ബോഡി കൂടെ ഉണ്ടായിട്ടും അവൻ അവളെ പിന്തുടരുന്നു. എമ ഒരു തരത്തില് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ കാർ ആക്സിഡന്റ് ആകുന്നു. ബോബി ഓടി വന്ന് കാർ തുറന്ന് നോക്കിയെങ്കിലും അവൾ അതിലുണ്ടായിരുന്നില്ല. പക്ഷെ ബോബി അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന ലേക്കിന് മുകളിൽ കടന്ന് ബോബിയും എമയും അടിപിടി ഉണ്ടാക്കുന്നു. ഈ അടിപിടിയുടെ ആഘാതം കൂടിയപ്പോഴേക്കും മഞ്ഞ് പാളുകൾ പൊട്ടി 3 പേരും ആഴമുള്ള ലേക്കിലേക്ക് വീഴുന്നു. ബോബിയാണെങ്കിൽ എമയുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയായിരുന്നു. ബോബിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എമ അവന്റെ തന്നെ കത്തി ഉപയോഗിച്ച് അവന്റെ മറ്റേ കണ്ണും കൂടെ കുത്തിപ്പൊട്ടിക്കുന്നു. ബോബിയുടെ കൂടെ മാർക്കിന്റെ ഡെഡ് ബോഡി കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവന് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാർക്കിനോടൊപ്പം ബോബിയും ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നു. എമ ഒരു തരത്തില് വളരെ കഷ്ടപ്പെട്ട് മഞ്ഞുപാളികളൊക്കെ പൊട്ടിച്ച് പുറത്തെത്തുന്നു. അവൾ അവളുടെ വെഡ്ഡിംഗ് റിംഗ് ഊരി ആ ലേക്കിലേക്ക് കളയുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം പോലീസുകാർ വരുന്ന സൗണ്ട് കേൾക്കുന്നിടത്ത് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.